ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ട് AI എന്ന് പറയുന്ന കോയിൻ്റെ ലിസ്റ്റിങ്ങിൻ്റെ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൽ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആവുക, അതുപോലെ തന്നെ എങ്ങനെയാണ് മാക്സിമം എയർ ഡ്രോപ്പ് എമൗണ്ട് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ ഒരു എയർ ഡ്രോപ്പ് ഫാമിംഗ് തുടങ്ങിയത് ജൂലൈ മാസത്തിലാണ്. ടെലഗ്രാം ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു നോട്ട് AI. അതുപോലെ തന്നെ നമ്മളുടെ അപ്ഡേറ്റ്സ് വീഡിയോയിലും നോട്ട് AIൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതാണ്. അപ്പോൾ പുതിയ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. 18-ാം തീയതിയാണ് ലിസ്റ്റ് ആകാൻ പോകുന്നത്. 18-ാം തീയതി വരെ സ്നാപ്ഷോട്ട് എടുക്കാനുള്ള ടൈമുണ്ട്. സ്നാപ്ഷോട്ട് ഇതുവരെ എടുത്തിട്ടില്ല. അതുവരെ നിങ്ങൾക്ക് മാക്സിമം പോയിൻറ്റ്സ് കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും എയർ ഡ്രോപ്പ് ഏൺ ചെയ്യാം. അപ്പോൾ എത്ര എയർ ഡ്രോപ്പ് കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് മാത്രം ഇനി ജോയിൻ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്യുന്ന പോലെ തന്നെ ഇതും നമ്മൾ യൂസ് ചെയ്യുന്ന ടെലഗ്രാം മിനി ആപ്പ് തന്നെയാണ്. ഓൾറെഡി ജോയിൻ ചെയ്തവരായിരിക്കും നിങ്ങൾ പകുതി മുക്കാൽ ആൾക്കാരും. ജോയിൻ ചെയ്യാത്ത വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓൾറെഡി നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു ടെലഗ്രാം മിനി ആപ്പാണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഗെയിംസ് കളിക്കാം, അതുപോലെ തന്നെ ടാപ്പ് ചെയ്യാം. ഈ ഒരു കാണുന്ന റോബോട്ടിനെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇവിടെ കാണുന്ന ഈ ഒരു പോയിൻറ്റ്സ് ബാലൻസ് കൂട്ടാം. പക്ഷേ ഈ ഒരു പോയിൻറ്റുകളല്ല നമുക്ക് വേണ്ടത്. ഈ പോയിൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെവലപ്പ് ചെയ്യാനാണ്. ഓക്കെ, ഈ ഒരു ബാലൻസ് അല്ല നമുക്ക് എയർ ഡ്രോപ്പ് തീരുമാനിക്കുന്ന ഫാക്ടർ. ഓക്കെ, നമ്മളുടെ ലെവലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനുള്ള ഒരു വഴിയാണ് ടാപ്പ് ചെയ്യുന്നത്. 2 എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ടാണ് എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെ. മൂന്നാമതായിട്ട് വരുന്നത് ടാസ്കുകൾ ചെയ്തുകൊണ്ട് പോയിൻറ്റ്സ് ഏൺ ചെയ്യാം എന്നുള്ളതാണ്. ഇവിടുന്ന് കുറേ അധികം പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. മെയിനായിട്ടുള്ള ഡെയിലി ബോണസ് ആണ്. എല്ലാ ദിവസവും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ബോണസ് ഇവിടെ കളക്ട് ചെയ്യാൻ പറ്റും. അത് കറക്റ്റായിട്ട് കളക്ട് ചെയ്ത് പോവുക. പിന്നെയുള്ള ട്വിറ്റർ കണക്ട് ചെയ്യാനുണ്ട്, വാലറ്റ് കണക്ട് ചെയ്യാനുണ്ട്. ഈ 2 കാര്യങ്ങളും നിർബന്ധമായിട്ട് ചെയ്യണം. വാലറ്റും ട്വിറ്ററും കണക്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആവുക. ഓക്കെ, അപ്പോൾ വാലറ്റ് എന്ന് പറഞ്ഞാൽ ടോൺ വാലറ്റ് ആണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടോൺ വാലറ്റ് കണക്ട് ചെയ്താൽ മതി. മൈറ്റോണോ അല്ലെങ്കിൽ ടോൺ കീപ്പറോ ടെലഗ്രാം വാലറ്റോ ഏതെങ്കിലും കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു വാലറ്റ് നിർബന്ധമായിട്ടും കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുള്ള ടാസ്ക് കൂടെ കാണാം. അതിന് 50K നിങ്ങൾക്ക് ഈ ഒരു നോട്ട് AI കോയിൻസോ അല്ലെങ്കിൽ പോയിൻറ്റ്സും കിട്ടുന്നതാണ്. പിന്നെ കുറേ ടാസ്കുകളുണ്ട്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ എക്സിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇവരുടെ പാർട്ട്നേഴ്സിൻ്റെ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഇതെല്ലാം ജോയിൻ ചെയ്ത് ഈ പോയിൻറ്റ്സ് മുഴുവനായിട്ടും ഡെയിലി വരുന്ന ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കളക്ട് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈലാണ്. പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ലെവൽ കാണാം. എൻ്റെ ലെവൽ ഇവിടെ 37 ആണ് നിലവിൽ. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ള പോയിൻറ്റ്സും കാണാം. ഇവിടെ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നത് കാണാം. അത് മൈനിങ് റേറ്റ് ആണ്. നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് പെർ അവർ എന്ന് പറയുന്ന സംഭവം ഈ ഒരു നോട്ട് AIൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് പെർ അവർ കൂട്ടുന്തോറും നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ഓരോ സെക്കൻഡിലും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പ്രോഫിറ്റ് പെർ അവർ നമ്മൾ ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഈ കാറ്റിസിനെ പോലെ ഓപ്പൺ ആക്കി ഇടണമെന്നില്ല. നമ്മൾ ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് പെർ അവർ വെച്ച് നമ്മുടെ പോയിൻറ്റ്സ് കൂടിക്കൊണ്ടേയിരുന്നുള്ളൂ. അപ്പോൾ ഓരോ 8 hours കൂടുമ്പോൾ ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മാത്രം മതി. നമ്മുടെ പ്രോഫിറ്റ് പെർ അവർ വെച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി പോയിൻറ്റ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നോളും. അപ്പോൾ പോയിൻറ്റ്സിൻ്റെ കാര്യത്തിൽ അധികമായിട്ട് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫയർ ആൻഡ് ട്രെയിനിങ്, ഫസ്റ്റ് എയ്ഡ് എല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്ഗ്രേഡ് ചെയ്യുന്നതോറും നിങ്ങളുടെ ഗെയിമിലെ പെർഫോമൻസ് കൂടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ 4 ഓപ്ഷനിൽ ഏതാണോ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 9 മില്യൺ കോയിൻസ് വേണം. അപ്പോൾ ആ 9 മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ആവും. ഒരു ലെവൽ കൂടി അപ്പാവും. ഞാനിപ്പോൾ അപ്ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലെവലും അപ്ഗ്രേഡ് ആയി കഴിഞ്ഞു. ഓക്കെ, നമ്മളുടെ പോയിൻറ്റ്സ് ഇവിടെ കുറയും. അത് ശ്രദ്ധിക്കണം. അപ്ഗ്രേഡ് ചെയ്യുന്നതോറും നമ്മളുടെ പോയിൻറ്റ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നീട് ലെവലപ്പ് ചെയ്യാൻ ഈ ലെവൽ 37 എന്ന് പറയുന്ന എൻ്റെ ലെവൽ കാണാം. ഇത് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ബട്ടനാണ്. ഓക്കെ, ഈ അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ലെവലപ്പ് ചെയ്ത് പോകാം. എനിക്കിനി ലെവൽ 39 കയറണമെങ്കിൽ 2.18 ബില്യൺ കോയിൻസ് വേണം. ഓക്കെ, ഈ ഒരു നോട്ട് AI കോയിൻസ് വേണം. അപ്പോൾ എനിക്ക് ലെവൽ കൂട്ടുമ്പോൾ എൻ്റെ മൈനിങ് റേറ്റ് പ്രോഫിറ്റ് പെർ അവർ കൂടും. എനിക്ക് പ്രോഫിറ്റ് പെർ അവർ എന്ന് പറഞ്ഞാൽ 4.8 മില്യൺ ആണ്. ഈ ഒരു ലെവലും കൂടി ഞാൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 1.4 മില്യണും കൂടെ അതിനൊപ്പം ആഡ് ആവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഗെയിം കളിക്കുമ്പോൾ നമ്മളുടെ ഡാമേജ് ആഡ് ആവും, ഹെൽത്തും കൂടും. അപ്പോൾ ഈ ലെവലപ്പ് ചെയ്യുന്നതോറും നമ്മളുടെ ഗെയിമിലെ എബിലിറ്റീസ് കൂടും എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു ലെവലാണ് നിങ്ങൾക്ക് എത്രത്തോളമാണ് എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടുക എന്നുള്ള കാര്യം തീരുമാനിക്കുക. അപ്പോൾ നിങ്ങളുടെ എത്ര വലിയ ലെവലാണോ അത്രയും കൂടുതൽ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം ബേസിക്കായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഗെയിം കളിക്കാനായിട്ട് ജസ്റ്റ് ഒരു പ്ലേ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിമിലേക്ക് എൻ്റർ ആവുന്നതാണ്. ഇവിടെ നമുക്ക് ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ എത്ര കില്ലെടുക്കുന്നോ അത്രയും കൂടുതൽ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടുമെന്ന കാര്യം മനസ്സിലാക്കുക. നമുക്കിവിടെ മേലെ കാണാൻ പറ്റും നമ്മൾ എത്ര കില്ലെടുത്തു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മളുടെ കിട്ടിയ കോയിൻസിൻ്റെ അളവ് കാണാം, വേവ് കാണാൻ പറ്റും, നമ്മളുടെ ലൈഫ് കാണാം. മേലെ ആ ഒരു ലൈഫ് ബാർ തീർന്നാൽ നമ്മൾ ഡെഡ് ആവും. ഓക്കെ, അപ്പോൾ ലൈഫ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. നമ്മൾ ഈ ഓരോ എനിമീസിനെ കൊല്ലുമ്പോഴും നമുക്ക് ലൈഫ് കിട്ടും. ആ ലൈഫിൻ്റെ ഒരു സിറിഞ്ച് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് എൻ്റെ ഹെൽത്ത് ഇവിടെ കുറയുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സിറിഞ്ച് കിട്ടിയ സംഭവം ഞാൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്ത് അത്യാവശ്യം ഫില്ലാവുന്നതാണ്. നമ്മൾ ഡെഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ടോട്ടലി കിട്ടിയത് 1 lakh പോയിൻറ്റ്സ് ആണ്. ഓക്കെ, 100K പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ്. മില്യൺ പോയിൻറ്റ്സ് ഉണ്ടാക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ എയർ ഡ്രോപ്പിൻ്റെ അലോക്കേഷൻ ഇരിക്കുന്നത്. ലെവൽ, റാങ്ക്, ഡെഡ് പൂൾ. ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതോറും ഓട്ടോമാറ്റിക്കലി റാങ്ക് കൂടിക്കോളും. ഗെയിമിൽ കില്ലെടുക്കുന്നതോറും ഡെഡ് പൂൾ കൂടും. ഡെഡ് പൂൾ കൂടുന്നതോറും നിങ്ങളുടെ ഡെഡ് പൂളിൻ്റെ റാങ്ക് കൂടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന അലോക്കേഷനും കൂടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ടെലഗ്രാം മിനി ആപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് നമുക്ക് അലോക്കേഷൻ കിട്ടുന്നുള്ള കാര്യങ്ങളെല്ലാം പറയാം. ഇപ്പോൾ നിലവിൽ ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത് 18-ാം തീയതിയാണ്. 18-ാം തീയതി വരെ മാത്രമാണ് നമുക്കൊരു ഗെയിമെല്ലാം കളിച്ച് ഫാം ചെയ്യാനുള്ള സമയം. ജൂലൈ മാസം ഞാൻ ഈ ഒരു ബോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ എത്രയോ മാസം കഴിഞ്ഞു
കഴിഞ്ഞു, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസം കഴിഞ്ഞു. 3 മാസം ഫാം ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ടൈമിന് 2 എക്സ്ചേഞ്ചസ് മാത്രമാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് ലിസ്റ്റിങ്ങിൻ്റെ. ഒന്നെങ്കിൽ MEXC അല്ലെങ്കിൽ KuCoin, ഈ രണ്ടിലേതെങ്കിലും ഒരു അക്കൗണ്ട് എടുത്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനിയാണ് മെയിനായിട്ട് നമ്മൾ എയർ ഡ്രോപ്പ് അലോക്കേഷനെ പറ്റി പറയുന്നത്. നമുക്ക് കിട്ടുന്ന 20% മാത്രമാണ്. എന്ന് വെച്ചാൽ ടോട്ടൽ സപ്ലൈയുടെ 20% മാത്രമാണ് കമ്മ്യൂണിറ്റി റിവാർഡായിട്ട് ഇവർ എയർ ഡ്രോപ്പായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ വലിയൊരു എയർ ഡ്രോപ്പ് എമൗണ്ട് ഒന്നും ആരും എക്സ്പെക്ട് ചെയ്യരുത്. കാരണം വെറും 20% മാത്രമാണ് നമുക്ക് തരുന്ന അലോക്കേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ നോട്ട്.aiനെ പറ്റി പറയാനുള്ളത്. ഇനി വരുന്ന എല്ലാ അപ്ഡേറ്റ്സും ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസ് എല്ലാം കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്താം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.